മാൻഡ്രിഡ് എന്നൊരു കോമ്പറ്റേറ്റീവ് ക്ലബ്ബാണ്. സോ അതിനനുസരിച്ചുള്ള സ്ട്രെസ്സും അതിനനുസരിച്ചുള്ള ഫിറ്റ്നസിന്റെ കാര്യങ്ങളൊക്കെ പ്ലേയേഴ്സിന് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പൊ റീസെന്റ് ഇഷ്ടംപോലെ പ്ലേയേഴ്സിന് ACL ഇഞ്ചുറി വന്നിട്ടുണ്ട്. തീബോ കോർട്ടോ ഒക്കെ വന്നിട്ടുണ്ട്, മിലിറ്റാവോന് വന്നിട്ടുണ്ട്, അലാബക്ക് വന്നിട്ടുണ്ട്, ഡാനി കവഹാളിന് വന്നിട്ടുണ്ട്. സോ ഇവരൊക്കെ ഈ ഇഞ്ചുറി ഉണ്ടായിട്ടും അവർ വീണ്ടും സ്പോർട്സിലേക്ക് വന്നു എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം. ഇതിൽ എസ്പെഷ്യലി മിലിറ്റാവോന്റെ പ്രത്യേകത 2 പ്രാവശ്യം ACL ഇഞ്ചുറി വന്നിട്ടുണ്ട്, സ്റ്റിൽ വീണ്ടും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഒരു ACL ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ കറക്റ്റ് ഡയഗ്നോസിസ്, പ്രോപ്പർ സർജറി, പ്രോപ്പർ റീഹാബിലിറ്റേഷൻ, അതിൽ റീഹാബിലിറ്റേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ പലപ്പോഴും ചില പേഷ്യൻസ് എപ്പോഴും പറയുന്നത് ACL സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിക്കലും എൻ്റെ നീ പഴയതുപോലെ ആയിരുന്നില്ല എന്നുള്ള പല സിറ്റുവേഷൻസ് പറയാറുണ്ട്. സോ ഒരു പ്രോപ്പർ സർജറിയും പ്രോപ്പർ റീഹാബിലിറ്റേഷൻസും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്രീ ഇഞ്ചുറി എങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത് അതേപോലെയുള്ള നീൻ്റെ അവസ്ഥയിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കൊണ്ടുപോകാനും സ്പോർട്സിൻ്റെ അൾട്ടിമേറ്റ് പീക്കിലേക്ക് നമ്മൾ മുമ്പുണ്ടായിരുന്ന അതേ സിറ്റുവേഷൻസിലേക്ക് എത്തിക്കാൻ ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ പറ്റും.